പൊന്നിങ്ങ് നോക്കിക്കേ, ഇങ്ങ് നോക്കിക്കേടാ. പുത്തൻകുരിശ് മോനിപ്പള്ളിയിൽ നയനമോളുടെ നായ്ക്കുട്ടിക്ക് നേരെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ക്രൂരമായ ആക്രമണം ഉണ്ടായത്. നായ്ക്കുട്ടിയെ കൂട്ടിലാക്കി വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു ആക്രമണം. കുഞ്ഞുങ്ങൾക്കൊപ്പം കുഞ്ഞായിട്ട് വളർത്തിയതല്ലേ, മോനായിട്ട് വളർത്തിയതല്ലേ, എന്റെ മോനെ പോലെ ഞാനും വളർത്തിയതാ. ഇവന്റെ കളിയും ചിരി കുഞ്ഞ നോക്കവും കളിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ ആ കൂടെ കൂടി പിന്നെ എന്താ പറയാ മക്കളിൽ ഒരാളായിട്ട് വളർത്തി. ഗുരുതരമായി പരിക്കേറ്റ നായ്ക്കുട്ടിയുടെ വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും ഇടത് കണ്ണിന്റെ കാഴ്ച ഭാഗികമായും നഷ്ടപ്പെട്ടു. കരളിന്റെയും കിഡ്നിയുടെയും പ്രവർത്തനം തകരാറിലായി. ഇതെന്തോ കെമിക്കൽ അറ്റാക്ക് ആണ്. അത് ഒന്നെങ്കിൽ ഒഴിക്കോ സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ ബലൂണിലാക്കി കടിക്കാൻ കൊടുത്തതോ. കിട്ടിയാൽ കടിക്കുമല്ലോ, കുഞ്ഞു പപ്പിയല്ലേ, അവൻ എന്ത് കിട്ടിയാലും ഇങ്ങനെ കടിച്ചു പൊട്ടിക്കും. അപ്പൊ അങ്ങനെ ചെയ്തതായിരിക്കും എന്നാണ് അവര് പറഞ്ഞത്. നായയുടെ കടിയേറ്റെന്ന് ആരോപിച്ച് അയൽവാസി ദിവസങ്ങൾക്ക് മുമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. നായക്കുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇവരാണോ എന്നും കുടുംബം സംശയിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് നയനം. പൊന്നിങ്ങ് നോക്കിക്കേ, ഇങ്ങ് നോക്കിക്കേടാ. ഇങ്ങനെ വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ള എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ ഈ ഒരു ദൃശ്യവും ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ നെഞ്ചിലൊരു തീ കോരിയിടുന്ന അനുഭവമായിരിക്കും. കാരണം അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് അവർ അവരുടെ ഒരു കുടുംബാംഗമായി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെ കാണുന്നത്. അതിനോടുള്ള അവരുടെ സ്നേഹം, അതിനെന്തെങ്കിലും പറ്റുമ്പോൾ അതിനുള്ള അവർക്കുള്ള വിഷമമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കമ്മാണോടാ കിടന്നു ബാബോ. പോലും ഒരു മനുഷ്യ ജീവൻ മാത്രമല്ല, എല്ലാം പച്ച മാംസം തന്നെയാണ്. ആ ഒരു മാംസത്തിലേക്കാണ്, ജീവനുള്ള ഒരു മാംസത്തിലേക്കാണ് ഒരു രാസലായനി, ആസിഡ് ആക്രമണം തന്നെ പറയേണ്ടി വരും, ഈ വീട്ടിൽ വെച്ചാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സംഭവിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇതാണ് പൂപ്പിയുടെ കൂട്. പക്ഷേ ഇപ്പോഴും അവിടെ ചില വെള്ള ലായനികളുണ്ട്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ പൂപ്പി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതിനുള്ളിൽ ഇവർ വീട്ടുകാർ ഒപ്പം തന്നെ സിൽസമ്മ എന്ന നയനയുടെ അമ്മ ഇതിനെ പൂട്ടിയിട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. പക്ഷേ തിരിച്ച് നയന വരുമ്പോഴാണ് ദാരുണമായ ആ കാഴ്ച കാണുന്നത്. 3 മാസം പ്രായമുള്ള ഇന്ത്യൻ സ്പിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട വളരെ അരുമയായിട്ടുള്ള ഓമന മൃഗത്തിന്റെ മുഖം അത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയും.